ആലപ്പുഴ പച്ചയിൽ ഫെഡറൽ ബാങ്ക് ATMൽ മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ബാങ്ക് ഹെഡ് ഓഫീസിൽ സിഗ്നൽ ലഭിച്ചതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഈ മോഷ്ടാവ് മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ എപ്പോഴും കൂടുതൽ CCTV ദൃശ്യങ്ങൾ, അതായത് ഇയാൾ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ തരത്തിൽ വേഷം മാറിയത് എവിടെയാണ്, ഇയാളുടെ വാഹനം എങ്ങനെയാണ് സഞ്ചരിച്ചത്, അങ്ങനെയൊക്കെയാണല്ലോ പോലീസ് CCTV ദൃശ്യങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്തുക. ആ നിലയിലുള്ള, അതായത് ഈ മോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം മോഷണങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ആരിലേക്കെങ്കിലും സംശയം എത്തുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എടത്വ പച്ചയിലെ ചെക്കടിക്കാട് ബ്രാഞ്ച് ശാഖ, അതായത് ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് ശാഖയിലാണ്, അതിനോട് ചേർന്നുള്ള ATMലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പുലർച്ചെ 2 മണിയോടുകൂടി മോഷ്ടാവ് ATMനകത്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇയാള് ATMനകത്തെ മെഷീൻ കേടുപാടുണ്ടാക്കി അതിനകത്തുനിന്ന് പണാപഹരണത്തിനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഈ പണം അപഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇവരുടെ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അതിന്റെ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസിൽ അവർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ എടത്വ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഈ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ റെയിൻകോട്ട് ധരിച്ച ഒരാളാണ് എത്തിയത് എന്നുള്ളതാണ്. തൊപ്പി വെച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ച നിലയിലുമായിരുന്നു എന്നുള്ളതാണ്. ഇയാള് ATM കൗണ്ടറിനകത്ത് ആദ്യം പ്രവേശിക്കുന്നു. അതിനുശേഷം ATM കൗണ്ടറിലെ പണം നിക്ഷേപിക്കുന്ന ഭാഗം തകർക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അതിന്റെ LED സ്ക്രീനിനും അത്തരത്തിൽ അത് തകർക്കാനുള്ള ശ്രമവും നടത്തി. പണം തകർത്തതിന് ശേഷം ആ പണം എടുക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും ആ ATM കൗണ്ടറിനകത്തുള്ള സെക്യൂരിറ്റി റൂമിനകത്തേക്ക് ഇയാൾ കടന്നു പോവുകയും അവിടെ നിന്ന് തിരിച്ചു വന്ന് മറ്റെന്തോ ആയുധം കൊണ്ട് ഇത് വീണ്ടും തുറക്കാനായി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് CCTV പരിശോധിച്ചപ്പോൾ ഇപ്പോൾ എടത്വ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇയാളുടെ കൈവശം ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ LED സ്ക്രീൻ ഉൾപ്പെടെയുള്ള, അതായത് ആ ATM കൗണ്ടറിലെ ATMന്റെ മെഷീന്റെ സ്ക്രീൻ ഉൾപ്പെടെയുള്ളവ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പണം അകത്തേക്ക് ഇടുന്ന ഭാഗം, കാർഡ് യൂസ് ചെയ്യുന്ന ആ ഭാഗവും ഒക്കെ അവിടെയും ഇയാളിത് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സിഗ്നൽ, അപായ സിഗ്നൽ അടക്കം മുഴങ്ങി പോലീസ് വരുമെന്നുള്ള ഒരു ധാരണ പുറത്താകാം പെട്ടെന്ന് ഇറങ്ങി. അതായത് പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇയാളെ ഈ കൗണ്ടറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത്. തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഇടവഴിയിലൂടെ ഈ വ്യക്തി നടന്ന് നീങ്ങുന്നതായുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് പ്രദേശവാസിയായ ആരോ ഒരാളാണ് ഈ ഒരു മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ശരണ്യ ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രദേശവാസിയാണെങ്കിലും ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ സിനിമകളിലൊക്കെ കണ്ടിട്ടാകാം ഇത്തരം വേഷം വിധാനം എന്ന് തോന്നുന്നു. റെയിൻകോട്ടുണ്ട്, തൊപ്പിയുണ്ട്, മുഖം മറച്ചിട്ടുണ്ട്, കൈരേഖകളൊന്നും ലഭിക്കാതിരിക്കാൻ ഗ്ലൗസും ഇട്ടിട്ടുണ്ട്. ഒപ്പം ഈ അലർട്ട് വന്നതോടുകൂടി ആള് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലായ ഒരാൾ അല്ല എന്നുള്ളതാണല്ലേ പ്രാഥമികമായി, അതായത് ഇത്തരം സ്ഥിരം മോഷ്ടാക്കളുടെ പട്ടികയിൽ ഒന്നും പെടുന്ന ഒരാളായിരിക്കില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് അല്ലേ?
അങ്ങനെ ഒരു വിലയിരുത്തലാണ്, പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണത്. കാരണം ആ പ്രദേശത്തുള്ള ആരോ ഒരാളാണ് അതിനുള്ളിൽ കയറിയിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു സാധാരണ ഒരു ATM കൗണ്ടറിൽ നടത്തുന്ന മോഷണത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ പണം കണ്ടെത്താൻ കഴിയുന്ന ഭാഗത്തുള്ള ആ രീതിയിലുള്ള ഒരു തുറക്കാൻ ശ്രമിക്കുന്നതൊന്നും അല്ല അതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ് നടന്നു നീങ്ങിയിട്ടുള്ളതും വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ കൗണ്ടർ തുറക്കാനായി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു മോഷണ ശ്രമം അല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഈ എടുത്ത ആൾ ഇപ്പോൾ ആ പരിസരത്തുള്ള കടകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഇവരുടെ ഹെഡ് ഓഫീസിൽ, ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അലർട്ട് കിട്ടിയതിനെ തുടർന്ന് അവിടെയുള്ള പരിസരത്ത് ആ ബ്രാഞ്ചിലെ ജീവനക്കാരെ ശാഖയിലേക്ക് പെട്ടെന്ന് വിളിച്ചു വരുത്തിയാണ് ആ ATM കൗണ്ടറിലേക്ക് എത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളതും. അഭിലാഷ്, യെസ്, ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ATM-നകത്ത് കയറിയ ശേഷം ആകെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നു മോഷ്ടാവിന് എന്താണ് ചെയ്യേണ്ടത്. അതുപോലെ വെട്ടുകത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഫഷണൽ മോഷ്ടാക്കൾ മോഷണം നടത്തുന്നത് എന്നതിലൊന്നും വ്യക്തതയില്ല. പക്ഷേ അത്തരം ശരീരഭാഷകളൊക്കെ കേരള പോലീസിന് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ അന്വേഷണം പോകും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഈ മോഷണ ശ്രമമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആ പ്രദേശത്തുള്ളവർ എന്നതുമൊക്കെ വരും മണിക്കൂറുകളിൽ പോലീസ് തിരയുകയും ചെയ്യും. അങ്ങനെ മോഷ്ടാവിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തി, മോഷ്ടാവ് എന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല, മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമമാണ് നടന്നത്.